ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിട്ട് PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുടെയും ഒരു ശേഖരമാട്ടോ. പരമാവധി ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പഠിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലേ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. 2. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലയളവ് ഏതായിരുന്നു? തന്നിരിക്കുന്നതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലയളവ് കണ്ടുപിടിക്കാം. ഏത് മുതലായിരുന്നു? 1729 മുതൽ 58 വരെയായിരുന്നു അല്ലേ. 1729 മുതൽ 1758 വരെയായിരുന്നു നമ്മൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ കാലയളവെന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി ഏതായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി ഏതായിരുന്നു? വേണാട് ഉടമ്പടിയാണ് കേട്ടോ. വേണാട് ഉടമ്പടിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. നാലാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയാണ്? മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയാട്ടോ. ഓപ്ഷൻ സി, മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമാണ്. വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയാണ്. 5. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ആയത് കാലത്ത്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൽക്കുളമാണ് അല്ലേ. കൽക്കുളം. ഓപ്ഷൻ സി, കൽക്കുളമാണ്. അപ്പം മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ഭരണ തലസ്ഥാനം അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൽക്കുളവുമായിരുന്നു. ഇനി 6ാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ്? എത്രയോ പ്രാവശ്യം PSC ചോദിച്ചു ക്വസ്റ്റ്യൻ അല്ലേ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു? കുളച്ചൽ യുദ്ധമാണ് അല്ലേ. കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തുന്നത്? വിദേശ ശക്തിയായ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് വർഷമായിരുന്നു? 1741 ഓഗസ്റ്റ് 10 അല്ലേ. 1741 ഓഗസ്റ്റ് 10 ഏത് കുളച്ചൽ യുദ്ധം നടന്നത്. ഇനി 8ാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഏതാണ്? മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഏത് വർഷ തൃപ്പടിദാനം നടത്തുന്നത്? 1750 ജനുവരി 3-നാണ്. 1750 ജനുവരി 3-നാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തുന്നത്. 9ാമത്തെ ചോദ്യം: പുറക്കാട് യുദ്ധം നടന്ന വർഷം ഏതാണ്? പുറക്കാട് യുദ്ധം നടന്ന വർഷം ഏത് വർഷം? 1746-ലാണ്. 1746-ലാണ് ഏത് പുറക്കാട് യുദ്ധം നടക്കുന്നത്. 10ാമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? തിരുവിതാംകൂറിൽ മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? താലൂക്കുകളാണ്. ഓപ്ഷൻ എ, താലൂക്കുകളാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. 11ാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം 1750 ജനുവരി 3-ന് ആർക്കാണ് സമർപ്പിച്ചത്? മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം 1750 ജനുവരി 3-ന് ആർക്കാണ് സമർപ്പിച്ചത്? ആർക്കായിരുന്നു? ശ്രീ പത്മനാഭസ്വാമിക്കാണ് അല്ലേ. ശ്രീ പത്മനാഭസ്വാമിക്ക് 1750 ജനുവരി 3 എന്തായിരുന്നു? തൃപ്പടിദാനം അല്ലേ. തൃപ്പടിദാനം നടത്തിയ വർഷമാണ് 1750 ജനുവരി 3. അതെന്താ ചെയ്ത് ശരിക്ക്? അതായത് താൻ വിസ്തൃതമാക്കിയ രാജ്യം, അദ്ദേഹം വലുതാക്കിയെടുത്ത രാജ്യത്തെ ആർക്ക് സമർപ്പിച്ചു കൊടുത്തു? ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഈ 12ാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച വർഷം ഏത് വർഷം ആരംഭിച്ചിരുന്നത്? 1938-ലാണ് അല്ലേ. 1938-ലാണ് തിരുവിതാംകൂറിലെ ഒരു ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്നത്, ട്രാൻസ്പോർട്ട് സർവീസ്. 14ാമത്തെ ചോദ്യം: തിരുവനന്തപുരം റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം ഏതാണ്? തിരുവനന്തപുരം
റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം ഏത് വർഷം? 1943 തിരുവനന്തപുരം റേഡിയോ നിലയം സ്ഥാപിതമാകുന്നത്. തിരുവനന്തപുരം റേഡിയോ നിലയം എന്ന 1943 തിരുവനന്തപുരം റേഡിയോ നിലയം സ്ഥാപിതമാകുന്നത്. 15 സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയ തിരുവിതാംകൂറിലെ രാജാവാരാം? സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ആയില്യം തിരുനാളാണ്. ഓപ്ഷൻ എ ആയില്യം തിരുനാള്. സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകിട്ടിയ തിരുവിതാംകൂറിലെ രാജാവാണ് ആര്? ആയില്യം തിരുനാള്. 16 തിരുവിതാംകൂറിൽ ആദ്യത്തെ സമഗ്രമായ കനേശുമാരി തയ്യാറാക്കിയ വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സമഗ്രമായ കനേശുമാരി തയ്യാറാക്കിയ വർഷം ഏതാ? 1875 1875 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കനേശുമാരി അല്ലെങ്കിൽ സെൻസസ് തയ്യാറാക്കിയ വർഷം എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ആയില്യം തിരുനാളിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ആരുടെ കാലത്താ? ആയില്യം തിരുനാളിന്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് മന്ദിരം. കേരളത്തിലെ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ആരുടെ കാലത്താന്ന് വെച്ചാൽ ആരുടെ? ആയില്യം തിരുനാളിന്റെ കാലത്താണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ഉദ്ഘാടനം ചെയ്തത്? എന്ന 1869 ഓഗസ്റ്റ് 23 കേട്ടോ. 1869 ഓഗസ്റ്റ് 23. ഇനി 18ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത് ആരുടെ ഭരണകാലത്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായിട്ടുള്ള MC റോഡിന്റെ, അതായത് മെയിൻ സെൻട്രൽ അല്ലേ, MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സെൻട്രൽ റോഡ് എന്നാണ് കേട്ടോ. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ ഭരണകാലത്താണ്? ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് കേട്ടോ. ഓപ്ഷൻ ഡി ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായിട്ടുള്ള MC റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത്. 19ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രത്തിൽ മൃഗബലി, ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി, ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ച ഭരണാധികാരി ആരാ? സേതുലക്ഷ്മി ബായി ആണ് കേട്ടോ. സേതുലക്ഷ്മി ബായി ആണ് തിരുവിതാംകൂറിൽ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലിയും അതുപോലെ ദേവദാസി സമ്പ്രദായവും നിരോധിച്ചത്. എൻ്റെ ഓപ്ഷൻ കുറച്ച് താഴെയായി പോയതാണ്. 20ാമത്തെ ചോദ്യം, ഗാന്ധിജി സേതുലക്ഷ്മി ബായിയെ സന്ദർശിച്ച വർഷം ഏതാണ്? ഗാന്ധിജി സേതുലക്ഷ്മി ബായിയെ സന്ദർശിച്ച വർഷം ഏത് വർഷം? 1925 കേട്ടോ. 1925 ഗാന്ധിജി ആരെ സന്ദർശിക്കുന്നത്? സേതുലക്ഷ്മി ബായിയെ സന്ദർശിക്കുന്നത്. 21 സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? ആരായിരുന്നു? M.E. വാട്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ M.E. വാട്സ്. 22 1926 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ആരാണ്? 1926 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായി ആണ് കേട്ടോ. റാണി സേതുലക്ഷ്മി ബായി ആണ് 1926 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി സേതുലക്ഷ്മി ബായി. ഇനി 23ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരാണ്? തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരായിരുന്നു? വിശാഖം തിരുനാളാണ് കേട്ടോ. വിശാഖം തിരുനാളാണ് തിരുവിതാംകൂറിൽ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ഏത് കൃഷി? മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? വിശാഖം തിരുനാള്. 24ാമത്തെ ചോദ്യം, ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാ? സ്വാതി തിരുനാളാണ് കേട്ടോ. ഓപ്ഷൻ സി സ്വാതി തിരുനാള്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ രാജാവാണ് ആര്? സ്വാതി തിരുനാള്. 25ാമത്തെ ചോദ്യം, ഓമനത്തിങ്കൽ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാ? ഓമനത്തിങ്കൽ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരായിരുന്നു? ഇരയിമ്മൻ തമ്പിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇരയിമ്മൻ തമ്പി. 26ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് ആദ്യമായിട്ട് സെൻസസ് നടന്ന വർഷം ഏതാണ്?
സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സെൻസസ് നടന്ന വർഷം ഏതാണ്? എന്നാൽ 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത്. 27ാമത്തെ ചോദ്യം, സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ് അറിയപ്പെട്ടത്? തഞ്ചാവൂർ നൽവറാണ് കേട്ടോ. എന്താ? തഞ്ചാവൂർ നാൽവരാണ്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിൽ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ട ഏത് പേരിലാണ്? തഞ്ചാവൂർ നാൽവർ എന്ന പേരിലാണ്. 28 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം ഏതാണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം ഏതാ? മോഹിനിയാട്ടമാണ്. ഓപ്ഷൻ ഡി, മോഹിനിയാട്ടം. 29 ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ഏത് ദിവാന? ഉമ്മിണിത്തമ്പിയാണ് കേട്ടോ. ബാലരാമപട്ടണം പണി കഴിപ്പിച്ച ദിവാനാര? ഉമ്മിണിത്തമ്പിയാണ്. 30 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാ? മണ്ണടി ക്ഷേത്രത്തിലാണ് കേട്ടോ. മണ്ണടി ക്ഷേത്രമാണ്. 31ാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ആരായിരുന്നു? ഉമ്മിണിത്തമ്പിയാണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ചത് ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ഉമ്മിണിത്തമ്പിയുടെ കാലത്താണ്. 32 കുണ്ടറ വിളംബരം നടന്നത് ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്? കുണ്ടറ വിളംബരം നടന്നത് ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്? എവിടെ വെച്ചായിരുന്നു? ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കേട്ടോ. ഏതാ? ഇളമ്പല്ലൂർ ക്ഷേത്രം. ഓപ്ഷൻ ബി, ഇളമ്പല്ലൂർ ക്ഷേത്രം. 33 തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ഏത് ദിവാനാണ്? തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ഏത് ദിവാനാണ്? ഏത് ദിവാന? വേലുത്തമ്പി ദളവയാണ് കേട്ടോ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതാരാ? വേലുത്തമ്പി ദളവയാണ്. 34ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഡേറ്റ് ഏതാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നായിരുന്നു? 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി 35ാമത്തെ ചോദ്യം, വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ. വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ ആരാ? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാട്ടോ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിൻ്റെ ശില്പി ആരാ? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. 35 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാ? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവിതാംകൂറിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരാ? ധർമ്മരാജയാണ്. കാർത്തിക തിരുനാൾ എന്നറിയപ്പെടുന്ന ധർമ്മരാജയാണ് തലസ്ഥാനം, തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് എങ്ങോട്ട് മാറ്റുന്നത്? തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. 37ാമത്തെ ചോദ്യം, നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവ് ആരാ? കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്. 38 തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് ആരാ? തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് ആരായിരുന്നു? ആരാ? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാട്ടോ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. 39 കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവാണ് കേട്ടോ. കാർത്തിക തിരുനാളാണ് കേട്ടോ. കാർത്തിക തിരുനാളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാകുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവാണ്. 40ാമത്തെ ചോദ്യം, ബാലരാമഭാരതം എന്ന കൃതി രചിച്ചതാരാണ്?
ബാലരാമഭാരതം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ധർമ്മരാജാവ് തന്നെയാണ് കേട്ടോ. കാർത്തിക തിരുനാൾ തന്നെയാണ് ബാലരാമഭാരതം എന്ന കൃതി രചിച്ചത്. 41ാമത്തെ ചോദ്യം, 1762 കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? 1762 കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ശുചീന്ദ്രം ഉടമ്പടിയാണ് കേട്ടോ. ഓപ്ഷൻ എ ശുചീന്ദ്രം ഉടമ്പടി. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്, ശുചീന്ദ്രം ഉടമ്പടി. 42 ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവാരാണ്? ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാ? ധർമ്മരാജാവാണ് കേട്ടോ. ഓപ്ഷൻ ബി ധർമ്മരാജാവ്. 43 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ്? 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാ? 1766 ഭരിക്കുന്ന ആരാ? ധർമ്മരാജാവാണ് അല്ലേ. ഇനി 44ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം എന്നായിരുന്നു? 1753 കേട്ടോ. 1753 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ഇത്, 1753. 45 മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണസൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ എത്ര താലൂക്കുകളായിട്ട് വിഭജിച്ചിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണസൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ എത്ര താലൂക്കുകളായിട്ടാണ് വിഭജിച്ചത്? എത്രയാ? 15 കേട്ടോ. 15 താലൂക്കുകളായിട്ടാണ് വിഭജിച്ചത്. 46ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂസർവേ നടത്തിയ രാജാവാരാണ്? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂസർവേ നടത്തിയ രാജാവ് ആരാ? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഏതാ? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂസർവേ നടത്തിയ രാജാവ് ആരാ? മാർത്താണ്ഡവർമ്മയാണ്. 47ാമത്തെ ചോദ്യം, 1925 തിരുവിതാംകൂർ നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? 1925 തിരുവിതാംകൂറിൽ നായർ ആക്ട്, തിരുവിതാംകൂർ നായർ ആക്ട് 1925 പാസാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതുലക്ഷ്മിബായി അല്ലേ. റാണി സേതുലക്ഷ്മിബായി അല്ലെ. 1925 തിരുവിതാംകൂർ നായർ ആക്ട് പാസാക്കിയ ഭരണാധികാരി ആരാ? സേതുലക്ഷ്മിബായി ആണ്. 48ാമത്തെ ചോദ്യം, ബഹുഭാര്യത്വം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? ബഹുഭാര്യത്വം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? റാണി സേതുലക്ഷ്മിബായി തന്നെയാട്ടോ. ഓപ്ഷൻ ഡി റാണി സേതുലക്ഷ്മിബായി. 49 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാ? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാ? ഗൗരി പാർവതിബായി അല്ലേ. ഗൗരി പാർവതിബായി. ഏതായിരുന്നു വർഷം? 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാ? ഗൗരി പാർവതിബായി ആണ്. ഇനി 50ാമത്തെ ചോദ്യം, CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിതമായ വർഷം ഏതാണ്? CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിതമായ വർഷം എന്ന 1821 കേട്ടോ. 1821 CMS പ്രസ് എവിടെ സ്ഥാപിതമാകുന്നത്? കോട്ടയത്ത് സ്ഥാപിതമാകുന്നത്. ഇനി 51ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായിട്ട് നടന്ന സമരം ഏതാണ്? തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായിട്ട് നടന്ന സമരം ഏതാണ്? ഏതായിരുന്നു? ചാന്നാർ കലാപമാണ് അല്ലേ. ചാന്നാർ കലാപം. ഇനി 52 ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരെന്താ? ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് എന്താ? മേൽമുണ്ട് സമരമാണ് അല്ലെ. മേൽമുണ്ട് സമരം. 53 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂറിലെ രാജാവാരാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂറിലെ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 54 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്?
കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയായിരുന്നു? ആലപ്പുഴയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആലപ്പുഴ. 55 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ് വന്നത്? 1888 മാർച്ച് 30 കേട്ടോ. 1888 മാർച്ച് 30. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാ? 1888 മാർച്ച് 30. 56 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാള്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവാര? ശ്രീമൂലം തിരുനാളാണ്. 57 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. 58 മുല്ലപ്പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആരാണ്? മുല്ലപ്പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആരാ? രാമയ്യങ്കർ ആണ് കേട്ടോ. ആരാ? രാമയ്യങ്കാർ ആണ്. 59 തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ VC ആരാണ്? ട്രാവൻകൂർ സർവകലാശാലയുടെ ആദ്യത്തെ VC ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ VC എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യർ കേട്ടോ. സർ CP രാമസ്വാമി അയ്യർ. 60 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ്? ആരാ? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് കേട്ടോ. ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ഏതായിരുന്നു വർഷം? 1940 പള്ളിവാസൽ വരുന്നത് അല്ലേ. ഇനി 61ാമത്തെ ചോദ്യം. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായി ആണ്. 1929 ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ബായി ആണ്. 62 തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച ഭരണാധികാരി ആരാ? ശ്രീമൂലം തിരുനാളാണ്. ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാള്. 63 പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്? പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ആരായിരുന്നു? ആയില്യം തിരുനാളാണ്. ഓപ്ഷൻ എ ആയില്യം തിരുനാള്. പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥാപിതമാകുന്ന സമയത്ത് ആരായിരുന്നു ഭരണകർത്താവ്? ആയില്യം തിരുനാളാണ്. 64ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ച വർഷം എന്ന 1861 1861 തിരുവിതാംകൂറിൽ സർക്കാർ തപാൽ വകുപ്പ് ആർക്ക്? ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. 65 1867 ജന്മികുടിയാൻ വിളംബരം നടത്തിയ രാജാവാരാം? 1867 ജന്മികുടിയാൻ വിളംബരം നടത്തിയ രാജാവ് ആരാ? ആയില്യം തിരുനാളാണ് അല്ലേ. ആയില്യം തിരുനാളാണ് 1867 ജന്മികുടിയാൻ വിളംബരം നടത്തിയത്. 66ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ ഭരണകാലത്തായിരുന്നു? ഉത്രം തിരുനാളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി 67ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്?
തിരുവിതാംകൂറിലെ ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാ? സ്വാതി തിരുനാളാണ് കേട്ടോ. എന്താ? ആരാ? സ്വാതി തിരുനാള്. 68ാമത്തെ ചോദ്യം. സംഗീതജ്ഞനായ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു? സംഗീതജ്ഞനായ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാളാണ് അല്ലെ. ഓപ്ഷൻ ബി സ്വാതി തിരുനാള്. 69ാമത്തെ ചോദ്യം. താണജാതിയിൽപ്പെട്ടവർക്ക് ആഭരണം അണിയാനുള്ള അനുമതി നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആഭരണം അണിയാനുള്ള അനുമതി നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? ഗൗരി പാർവതി ബായി ആണ്. ഓപ്ഷൻ സി ഗൗരി പാർവതി ബായി. ഗൗരി പാർവതി ബായി ആണ്. ഇനി 70ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആയ ഭരണാധികാരി ആരാണ്? ആരാ? റാണി ഗൗരി പാർവതി ബായി ആണ്. ഓപ്ഷൻ സി റാണി ഗൗരി പാർവതി ബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റായ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ബായി. 71. തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിലേറിയ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിലേറിയ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാ? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. ഓപ്ഷൻ റാണി ഗൗരി ലക്ഷ്മി ബായി. ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മി ബായി. 72ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും കൊണ്ടുവന്ന ഭരണാധികാരി ആരാ? ഗൗരി ലക്ഷ്മി ബായി ആണ്. ഓപ്ഷൻ ഡി ഗൗരി ലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ആര്? ഗൗരി ലക്ഷ്മി ബായി. ഇനി 73ാമത്തെ ചോദ്യം. കൊച്ചിയിലും തിരുവിതാംകൂറിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? കൊച്ചിയിലും തിരുവിതാംകൂറിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാ? കേണൽ മൺറോ ആണ്. കേണൽ മൺറോ. ഓപ്ഷൻ സി ആണ് കേണൽ മൺറോ. 74. തിരുവിതാംകൂറിൽ അപ്പീൽ കോടതി, ജില്ലാ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അപ്പീൽ കോടതി, ജില്ലാ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആരാ? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മി ബായി. 75. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ് നെൽകൃഷിക്ക് യോഗ്യമാക്കിയ ദിവാൻ ആരാണ്? വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ് നെൽകൃഷിക്ക് യോഗ്യമാക്കിയ ദിവാൻ ആരാ? വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ എ വേലുത്തമ്പി ദളവ. 76. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? വേലായുധൻ ചെമ്പക രാമനാണ് കേട്ടോ. വേലായുധൻ ചെമ്പക രാമൻ. ദ റിയൽ നെയിം ഓഫ് വേലുത്തമ്പി ദളവ എന്താ? വേലായുധൻ ചെമ്പക രാമനാണ്. 77. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ആരുടെ കാലത്തായിരുന്നു? പിന്നെ ധർമ്മരാജയാണല്ലേ. കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ് പിന്നെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത്. 78ാമത്തെ ചോദ്യം. ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാണ്? കാർത്തിക തിരുനാൾ ഡച്ചുകാരിൽ നിന്ന് വിലക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ കോട്ടയായിരുന്നു? കൊടുങ്ങല്ലൂർ കോട്ടയും അതേപോലെ പള്ളിപ്പുറം കോട്ടയുമാണ്. കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരാ വാങ്ങിയത്? ധർമ്മരാജാവ് അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ ആരിൽ നിന്ന് വാങ്ങി? ഡച്ചുകാരിൽ നിന്ന് വിലക്ക് വാങ്ങിയ കോട്ടകളാണ്. 79ാമത്തെ ചോദ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്താണ്? ഏതാ? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 80. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണ്? മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണ്? ഏതാ?
പുറക്കാട് യുദ്ധത്തിലാണ്. ഓപ്ഷൻ എ പുറക്കാട് യുദ്ധത്തിൽ. 81 വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂറിലെ സൈന്യാധിപൻ ആരാ? വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂറിലെ സൈന്യാധിപൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയി ആണ് അല്ലേ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാ? ക്യാപ്റ്റൻ ഡിലനോയി ആണ്. 82 ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരാ? ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരാ? മാർത്താണ്ഡ വർമ്മയാണ്. ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് ആരാ? മാർത്താണ്ഡവർമ്മയാണ്. 83 1938 തിരുവിതാംകൂറിൽ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാ? 1938 തിരുവിതാംകൂറിൽ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാ? ശ്രീ ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാളാണ്. 84 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുക്കൊച്ചിയിലെ പ്രമുഖ സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് തിരുക്കൊച്ചിയിലെ പ്രമുഖ സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാളാണ്. 85 ചോദ്യം തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിക്കാൻ കാരണമായ നിയമം ഏതാണ്? തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിക്കാൻ കാരണമായ നിയമം ഏതായിരുന്നു? തിരുവിതാംകൂർ നായർ ആക്ട് 1925 ആണ്. തിരുവിതാംകൂർ നായർ ആക്ട് 1925. 86 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിങ് വരപ്പിച്ചത് ആരുടെ ഭരണാധികാരിയായിരുന്ന സമയത്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിങ് വരച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. 87 ചോദ്യം മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. ഓപ്ഷൻ എ നെയ്യാറ്റിൻകര. 88 സർക്കാർ സ്കൂളുകളിൽ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? സർക്കാർ സ്കൂളുകളിൽ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? ശ്രീമൂലം തിരുനാളാണ്. ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാള്. 89 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായ വർഷം ഏതാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായ വർഷം ഏതാണ്? ഏത് വർഷം? 1904 കേട്ടോ. 1904. 90 ചോദ്യം തിരുവനന്തപുരം വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാ? ട്രിവാൻഡ്രത്തുള്ള വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാ? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാള്. 91 കേരളത്തിലെ ആദ്യത്തെ മാനസികാരോഗ്യ ആശുപത്രി സ്ഥാപിതമായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്? കേരളത്തിലെ ആദ്യത്തെ മാനസികാരോഗ്യ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്? ആരതാ? ആയില്യം തിരുനാളാണ്. ഓപ്ഷൻ എ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. 92 പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരതാ? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ഓപ്ഷൻ ബി ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത്. ഇനി 93 കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിൽ ചൗക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയ രാജാവ് ആരായിരുന്നു? കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിൽ ചൗക്കകൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ച രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ്. 94 പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത തിരുവിതാംകൂർ രാജാവ് ആരാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത തിരുവിതാംകൂറിലെ രാജാവ് ആരാ? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ്. 95 ചോദ്യം തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരി ആരാ? തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരി ആരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 96 പെറ്റി സിവിൽ
പോലീസ് കേസുകൾക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച രാജാവാരാണ്? പെറ്റി സിവിൽ പോലീസ് കേസുകൾക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതാരാണ്? ആരായിരുന്നു? സ്വാതി തിരുനാളാണ് അല്ലേ? സ്വാതി തിരുനാൾ. പെറ്റി കേസുകൾ അതുപോലെ സിവിൽ കേസുകളും പോലീസ് കേസുകൾക്കൊക്കെ വേണ്ടിയിട്ട് തിരുവിതാംകൂറിൽ ഒരു മുൻസിഫ് കോടതി സ്ഥാപിച്ചതാരാ? സ്വാതി തിരുനാളാണ്. 97 മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തിൽ വർണ്ണ, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നതാരാണ്? മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തിൽ വർണ്ണ, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നതാരാണ്? ആരായിരുന്നു? സ്വാതി തിരുനാളാണ് അല്ലെ? ആരാ? സ്വാതി തിരുനാളാണ്. 98ാമത്തെ ചോദ്യം, ശ്രീ പത്മനാഭ വാഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാരാണ്? ശ്രീ പത്മനാഭ വാഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരാ? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ്. 99 നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവാരാണ്? തിരുവിതാംകൂറിൻ്റെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? മാർത്താണ്ഡവർമ്മയാണ്. ഇനി 100ാമത്തെ ചോദ്യം, കുണ്ട്ര കളിമൺ ഫാക്ടറി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? കുണ്ടറ കളിമൺ ഫാക്ടറി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരതാ? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ഓപ്ഷൻ എ, ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. കുണ്ടറ കളിമൺ ഫാക്ടറി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. 101 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 102 1936 തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിച്ച മഹാരാജാവാരാണ്? 1936 തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിച്ച മഹാരാജാവ് ആരാ? ചിത്തിര തിരുനാളാണ് അല്ലേ? ചിത്തിര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1936 ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്താണ്. 103ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് ആരംഭിച്ചതാരാണ്? തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ആരാ? ചിത്തിര തിരുനാൾ തന്നെയാട്ടോ. ചിത്തിര തിരുനാൾ തന്നെയാണ്. 104 തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. 105 ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം ഏതാണ്? ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം എന്നാ 1730 കേട്ടോ. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർക്കുന്ന വർഷം ഏതാ? 1730. 106 മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ഏതാണ്? മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം എന്നാ 1742 കിളിമാനൂർ ഏത് വർഷം പിടിച്ചെടുക്കുന്നത്? 1742. 107 ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവാരാണ്? ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. 108 കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവാരാണ്? കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവ് ആരാ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 109 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്, അതായത് 1857 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 110ാമത്തെ ചോദ്യം, ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്?
ആരുടെ കാലത്താ? ഗൗരി പാർവതി ബായിയുടെ കാലത്താണ് കേട്ടോ. ഗൗരി പാർവതി ബായിയുടെ കാലത്താണ്. 111 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ ഭരണകാലത്താ? ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. ഗൗരി പാർവതി ബായിയുടെ കാലത്താണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. 112 ചോദ്യം, ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂറിലെ രാജാവാരാണ്? ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരാ? സ്വാതി തിരുനാളാണ് കേട്ടോ. ഓപ്ഷൻ സി സ്വാതി തിരുനാള്. 113 തിരുവിതാംകൂർ സേനക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ രാജാവാരാണ്? തിരുവിതാംകൂർ സേനക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ രാജാവ് ആരാ? സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ സി സ്വാതി തിരുനാള്. 114 തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ച ഭരണാധികാരി ആരാ? സ്വാതി തിരുനാളാണ് അല്ലേ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാള്. 115 സ്വാതി തിരുനാളിനെ നിയമകാര്യ വകുപ്പിൽ സഹായിച്ചിരുന്ന വ്യക്തി ആരാണ്? സ്വാതി തിരുനാളിനെ നിയമകാര്യ വകുപ്പിൽ സഹായിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു? കല്ലൻ സായിപ്പാണ്. ഓപ്ഷൻ സി കല്ലൻ സായിപ്പ്. 116 ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. 117 തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന ഡിലനോയുടെ ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന ഡിലനോയുടെ ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാ? ഉദയഗിരി കോട്ടയാണ്. ഓപ്ഷൻ ഡി ഉദയഗിരി കോട്ട. 118 1742 മാർത്താണ്ഡവർമ്മ ഏത് രാജാവുമായിട്ടാണ് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? 1742 മാർത്താണ്ഡവർമ്മ ഏത് രാജാവുമായിട്ടാണ് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ഏതാ? കായംകുളം രാജാവുമായിട്ടാണ്. ഓപ്ഷൻ ബി കായംകുളം രാജാവ്. 119 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കരയിലെ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കരയിലെ രാജാവ് ആരാ? വീര കേരളവർമ്മയാണ് കേട്ടോ. വീര കേരളവർമ്മ. 120 ഉദയഗിരി കോട്ട പുതുക്കി പണിതത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ്? ഉദയഗിരി കോട്ട പുതുക്കി പണിതത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ്? ആരുടെ കാലത്താ? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. 121 വടക്കേക്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാം? വടക്കേക്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. വടക്കേക്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. 122 തിരുവിതാംകൂറിലെ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാം? തിരുവിതാംകൂറിലെ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 123 തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാ? ഉമാമഹേശ്വരിയാണ്. ഓപ്ഷൻ ഡി ഉമാമഹേശ്വരി. ഏതാ കൃതി? തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാ? ഉമാമഹേശ്വരി. 124 മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയാണ്. 125 ചോദ്യം, തിരുവിതാംകൂറിലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാം? തിരുവിതാംകൂറിലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? ചിത്തിര തിരുനാളാണ് അല്ലെ. ഓപ്ഷൻ സി ചിത്തിര തിരുനാള്. 126 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാം? തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാ? ശ്രീ ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ ബി ചിത്തിര തിരുനാള്. 127 തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവ് ആരാണ്? തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവ്
ആരാ? ശ്രീ ചിത്തിര തിരുനാള്. തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവാര? ചിത്തിര തിരുനാള്. 128 വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നതാരാ? വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? സേതു ലക്ഷ്മി ബായി ആണ് കേട്ടോ. സേതു ലക്ഷ്മി ബായി തന്നെയാണ്. 129 ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ എന്നിവ ഏത് തിരുവിതാംകൂർ രാജാവിനാണ് സമർപ്പിച്ചത്? ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ എന്നിവ ഏത് തിരുവിതാംകൂർ രാജാവിനാ സമർപ്പിച്ചത്? ആർക്കാ? ശ്രീമൂലം തിരുനാളിനാണ്. ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാളിനാണ്. 130 ചോദ്യം, താഴെ പറയുന്നവയിൽ ധർമ്മരാജ് രചിച്ച ആട്ടക്കഥ ഏതാണ്? തന്നിരിക്കുന്നതിൽ ധർമ്മരാജാവ് അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രചിച്ച ആട്ടക്കഥ ഏതാണ്? ഏതാ? പാഞ്ചാലി സ്വയംവരമാണ്. ഏതാ? പാഞ്ചാലി സ്വയംവരം. 131 ടിപ്പു സുൽത്താന് നെടുങ്കോട്ട ആക്രമിച്ച വർഷം ഏതാണ്? ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ഏതാ? 1789 1789 1789. ഇനി 132 MC റോഡിന്റെ പണി ആരംഭിച്ചത് ഏത് തിരുവിതാംകൂറിന്റെ ഭരണകാലത്താണ്? MC റോഡിന്റെ പണി ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ ഭരണകാലത്താണ്? ആരായിരുന്നു? രാജ കേശവദാസിന്റെ കാലത്ത് അല്ലേ? രാജ കേശവദാസിന്റെ കാലത്താണ് MC റോഡിന്റെ പണി ആരംഭിക്കുന്നത്. 133 ഏത് തിരുവിതാംകൂർ രാജാവാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഏത് തിരുവിതാംകൂർ രാജാവാണ് കിഴവൻ രാജ എന്ന് അറിയപ്പെട്ടത്? ആരായിരുന്നു? ധർമ്മരാജാവാണ് അല്ലെ. കാർത്തിക തിരുനാളാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടത്. 134 കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ചുമർ ചിത്രം ഏതാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ചുമർ ചിത്രം ഏതാ? ഗജേന്ദ്ര മോക്ഷമാണ്. ഓപ്ഷൻ സി ഗജേന്ദ്ര മോക്ഷം. 135 തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാ? മാർത്താണ്ഡ വർമ്മയാണ്. 136 ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡ വർമ്മയാണ്. 137 തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്? തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ആരാ? മാർത്താണ്ഡ വർമ്മയാണ് കേട്ടോ. ആരാ? മാർത്താണ്ഡ വർമ്മയാണ്. 138 ചോദ്യം, വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാ? മാർത്താണ്ഡ വർമ്മയാണ് അല്ലെ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാ? മാർത്താണ്ഡ വർമ്മ. 135 ട്രാവങ്കൂർ റബ്ബർ വർക്ക്സ് സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ട്രാവങ്കൂർ റബ്ബർ വർക്ക് സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ കാലത്താ? ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്. 140 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം എന്ന 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമാകുന്നത്. 141 ചോദ്യം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാള്. 142 തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരായിരുന്നു? ചാൻസലർ ആണെങ്കിൽ ശ്രീ ചിത്തിര തിരുനാളാണ്. വൈസ് ചാൻസലർ ആണെങ്കിൽ അത് സർ CP രാമസ്വാമി അയ്യരാണ്. ചാൻസലർ ചിത്തിര തിരുനാള്, വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യറുമാണ്. ഇനി 143 ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സ്ഥാപിക്കപ്പെട്ട വർഷം എന്ന 1900 അല്ലെ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്.
144ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം എന്നാ 1896 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത്. 145 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരായിരുന്നു? പി രാജഗോപാല ആചാര്യ. ആരാണ്? പി രാജഗോപാലാചാരി. 146 തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ് എന്നിവ ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആരുടെ കാലത്താ? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഓപ്ഷൻ ഡി, ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. 147 ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ എ, മാർത്താണ്ഡവർമ്മ. 148 എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ്? എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാ? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? ആരാ? മാർത്താണ്ഡവർമ്മയാണ്. 149 ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവാണ് കേട്ടോ. ആരാ? ധർമ്മരാജാവ്. 150 കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. 151 ധർമ്മരാജ എന്ന് അറിയപ്പെട്ടത് ഏത് രാജാവാണ്? ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് ആരായിരുന്നു? കാർത്തിക തിരുനാള്. 152 വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മണ്ണടിയിലാണ് കേട്ടോ. എവിടെയാ? മണ്ണടിയിലാണ്. 153 വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം ഏതാണ്? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം എന്ന 1809 അല്ലെ? 1809. 154ാമത്തെ ചോദ്യം, ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ രാജാവ് എന്ന് അറിയപ്പെടുന്നത്? ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ രാജാവ് എന്ന് അറിയപ്പെടുന്നത്? ആരാ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ഏത് ഭരണാധികാരിയാ അശക്തനും അപ്രാപ്യനുമായ രാജാവ് എന്നറിയപ്പെട്ടത്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 155 തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചിരുന്ന ദിവാൻ ആരാ? തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആരാ? ഉമ്മിണിത്തമ്പിയാണ്. ഓപ്ഷൻ സി, ഉമ്മിണിത്തമ്പി. 156 കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവയാരാണ്? കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂറിലെ ദളവ ആരാണ്? ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 157 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അടിമക്കച്ചവടം അവസാനിപ്പിച്ച വർഷം എന്നായിരുന്നു? 1812 അല്ലേ? 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിക്കുന്നത്. 158 ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. 159 ചട്ടവരിയോലകൾ എന്നറിയപ്പെടുന്ന നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ചട്ടവരിയോലകൾ എന്നറിയപ്പെടുന്ന നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? കേണൽ മൺട്രോയാണ്. ഓപ്ഷൻ ഡി, കേണൽ മൺട്രോയാണ്. 160 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ച വർഷം എന്നായിരുന്നു? 1991 ആരന്തരിക്കുന്നത്?
നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അന്തരിക്കുന്നത്.